BDS കോഴ്സിനെ പറ്റിയുള്ളൊരു ജനറൽ ഐഡിയ ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വർഷം BDS എടുക്കാൻ അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും നിങ്ങളുടെ അടുത്ത 4.5 അല്ലെങ്കിൽ 5 വർഷത്തെ കോഴ്സ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതെ, എൻ്റെ ഒരു 5.5 ഇയർ അല്ലെങ്കിൽ 4.5 ഇയർ എൻ്റെ ഇയറിൽ ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകണം ആക്ച്വലി. സോ അവർക്കൊരു ആകാംക്ഷ ഉണ്ടാവും ആക്ച്വലി ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടി. ആദ്യം തന്നെ നമുക്ക് അതിന് മുമ്പ് BDSൻ്റെ ഒരു എലിജിബിലിറ്റിനെ പറ്റി നോക്കാം. എന്താണ് BDS കോഴ്സ് പഠിക്കാൻ സ്പെസിഫിക്കലി ആരാണ് എലിജിബിൾ ആയിട്ടുള്ളത്? അതെ, +2 സയൻസ് പാസ്സായി നീറ്റ് എലിജിബിളായ ആർക്കും കേരളത്തിൽ തന്നെ BDS പഠിക്കാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. ഗവൺമെൻറ്റിലാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് സ്കോർ വേണം, ഒരു 550-600 ഒക്കെ റേഞ്ച് വേണം. ജസ്റ്റ് ക്വാളിഫൈ ആർക്കും പ്രൈവറ്റിൽ കുറഞ്ഞ ഫീസ് തന്നെ കേരളത്തിൽ തന്നെ പഠിക്കാം. അതെ, SC ST OEC സ്റ്റുഡൻസിനാണെങ്കിൽ അത് ഫ്രീ ആയിട്ടും പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഫസ്റ്റ് ഇയർ BDSന് ജോയിൻ ചെയ്യുന്ന കുട്ടിക്ക് പഠിക്കാനുള്ള എന്താണ് ഡോക്ടർ നാമതിനെ പറ്റി കൂടുതൽ പറയാൻ പറ്റുമല്ലോ? ഫസ്റ്റ് ഇയർ മാത്രമല്ല, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയറും നമ്മൾ MBBS ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് പഠിക്കുന്നുണ്ട്. നമ്മൾ ഫുള്ള് ഡെൻറ്റലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയർ ആകുമ്പോൾ അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി ഇതൊക്കെ നമ്മൾ സെയിം MBBSൻ്റെ സ്ട്രക്ചർ തന്നെയാണ്. MBBSൻ്റെ അത് ടെക്സ്റ്റ് ബുക്സ് പോലും MBBSൻ്റെ ഓതേഴ്സ് തന്നെയാണ്. പിന്നെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഹെഡ് അന്നൊക്കെ ആണെന്നുള്ളതാണ്. നമ്മൾ കഴുത്ത്, തലയായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസാണ് കൂടുതലായിട്ടും പഠിക്കുന്നത്. പക്ഷേ ഓതേഴ്സ് ആണെങ്കിലും ടെക്സ്റ്റ് ബുക്സ് ഒക്കെ ആണെങ്കിലും സെയിം ആണ്. പിന്നെ ഡെൻറ്റലും അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും എല്ലാം നമ്മൾ കൂടുതലും പ്രാക്ടിക്കൽസ് ആണ് കൂടുതലുള്ളത്. പ്രീ ക്ലിനിക്കൽസ് എന്ന് പറയും. അത് നമ്മൾ ക്ലിനിക്കിലേക്ക് കയറുന്നതിന് മുമ്പുള്ള നമ്മൾ കുറേ ആർട്ട് വർക്ക് പോലെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. മെഴുകിലും അതുപോലെ തന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസിലും ഒക്കെ നമ്മൾ പല്ലിൻ്റെ മോഡൽസ് ഉണ്ടാക്കുക, അങ്ങനെ പല പല ആക്ടിവിറ്റീസും ഉണ്ട്. ആ ഒരു കാർവിങ് ആക്ച്വലി നമുക്കതൊരു ഹാൻഡ് സ്കില്ലൊരു ബുദ്ധിമുട്ടായി മാറും. എങ്ങനെയാണ് അത് ആക്ച്വലി ഒരു കോഴ്സിനെ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത് നല്ല ഹാൻഡ് സ്കില്ലുള്ളവർക്ക് എക്സൽ ചെയ്യാൻ പറ്റുമോ കോഴ്സിൽ? അതെ, BDS സംബന്ധിച്ചോളം നമുക്കിപ്പോൾ ലേണിംഗ് കപ്പാസിറ്റിക്കാളും മെയിനായിട്ടും വേണ്ടത് ഹാൻഡ് സ്കില്ലും പ്ലസ് കമ്മ്യൂണിക്കേഷനാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്കിപ്പോൾ ഒരു 6 മണിക്കൂറാണ് ഒരു ദിവസം ക്ലാസ് എന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ വർക്ക്സ് നന്നായിട്ടുണ്ട്. ഇപ്പോൾ 2 മണിക്കൂറായിരിക്കും തിയറി ഉള്ളത്, ബാക്കി 4 മണിക്കൂർ നമ്മൾ കൈകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആയിരിക്കും കൂടുതൽ. അപ്പം നന്നായിട്ട് ആർട്ട് വർക്ക് ചെയ്യാനായിട്ട് കേപ്പബിലിറ്റി ഉണ്ടെന്ന് തോന്നുന്നവർക്ക് നന്നായിട്ട് പറ്റുന്ന ഒരു കോഴ്സ്, നന്നായിട്ട് എക്സൽ ചെയ്യാൻ പറ്റും. അതെ, പ്രത്യേകിച്ച് ബോയ്സ് ഒക്കെ ആകുമ്പം പഠിത്തത്തിൽ ചിലപ്പോൾ മടിയായിരിക്കും. പക്ഷെ അവർക്കൊക്കെ, ബോയ്സ് മാത്രമല്ല ഗേൾസും അങ്ങനെയാണ്. പൊതുവെ ഗേൾസ് ആണല്ലോ അക്കാഡമിക്കിൽ പഠിക്കാനൊക്കെ ഇച്ചിരി മുമ്പിൽ. പക്ഷേ കുത്തിയിരുന്ന് പഠിക്കാനും താല്പര്യമില്ലാത്തവർക്കും അത്യാവശ്യം വർക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ നന്നായിട്ട് പഠിച്ചു പോകാം, നന്നായിട്ട് എക്സൽ ചെയ്യാൻ പറ്റും. അതെ. പിന്നെ തേർഡ് ഇയർ തൊട്ടാണ് നമ്മൾ ക്ലിനിക്കൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ പേഷ്യൻസിനെയൊക്കെ നേരത്തെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, നമ്മൾ സിമ്പിളായിട്ടുള്ള കേസുകളൊക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. ഫൈനൽ ഇയർ എത്തുമ്പോഴും പിന്നെ ഹൗസ് റെൻസിയുടെ സമയത്തൊക്കെയാണ് നമ്മൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകളൊക്കെ നമുക്ക് കിട്ടുന്നത്. ഹൗസ് റെൻസിക്കാണ് നമ്മൾ കാര്യങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ഹൗസ് സർജൻസി 1 ഇയർ ഇൻറ്റേൺഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതെ, 1 ഇയർ ഇൻറ്റേൺഷിപ്പ്, 4.5 വർഷമാണ് കോഴ്സ് വരുന്നത്. നമ്മൾ ഫൈനൽ ഇയറിലാണ് പക്ക ഡെൻറ്റൽ സബ്ജക്ട്സിലേക്ക് മാറുന്നത്. തേർഡ് ഇയർ വരെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സും ഡെൻറ്റലിൻ്റെ ഒപ്പം അതാണ് കൂടുതലും, ഡെൻറ്റലിനേക്കാളും കൂടുതൽ നമ്മൾ തേർഡ് ഇയർ വരെ മെഡിക്കൽ സബ്ജക്ട്സ് ആണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ BDS പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും നല്ല കോളേജ് നോക്കി ചൂസ് ചെയ്യുക. അതെ, ഏറ്റവും പേഷ്യൻ ഫ്ലോ ഉള്ള കോളേജ് ചൂസ് ചെയ്യുക. അതെ, നല്ല സ്റ്റാഫുള്ള. ആർക്കും തന്നെ ഈ നീറ്റ് ക്വാളിഫൈഡ് ആർക്കും തന്നെ പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതല്ല. എഫോർട്ട് ഇട്ടാൽ പഠിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ ഉഴപ്പണമെന്ന് തീരുമാനിച്ചിറങ്ങിയാൽ മാത്രമേ നമുക്ക് തോക്കാൻ പറ്റത്തുള്ളൂ BDSന്. എനിവേ, അപ്പോൾ നമുക്ക് ഒരു മിനിമൽ ഐഡിയ കിട്ടിക്കാണും. എന്തെങ്കിലും കോളേജിനെ പറ്റിയോ അല്ലെങ്കിൽ ഓപ്ഷൻ അറേഞ്ച് ചെയ്യുന്നതിനെ പറ്റിയോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു.